വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച കടച്ചക്ക കറി. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒന്നിത് ഇളക്കി കൊടുക്കാം. തിളയ്ക്കുന്നോടം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം. കടച്ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. 3 ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നവരെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആഡ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ നിറമായി. നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല ഇത്ര ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് അരച്ചെടുക്കാം. നമുക്കിത് തുറക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം താമസിക്കും. അത് കാരണമാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. കടുക് പൊട്ടിക്കാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. വറുത്തരച്ച കടച്ചക്ക കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.